ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവാത്മാവിനാൽ അനുഗ്രഹിക്കപ്പെട്ട പ്രിയ ദൈവമക്കളെ, വീണ്ടും ദൈവസ്ഥലത്തിൽ നമ്മുടെ തലകളെ വണങ്ങുവാൻ, വചനം കേൾക്കുവാൻ, വചനം പറയുവാൻ, ധ്യാനിക്കുവാനൊക്കെ ദൈവം നമുക്ക് തന്ന നല്ല അവസരത്തിനായിട്ട് ദൈവത്തെ സ്തോത്രം ചെയ്യാം. നാം നമ്മുടെ ചുറ്റുപാടുകൾ നോക്കുമ്പോൾ വേദനിപ്പിക്കുന്ന, പ്രയാസപ്പെടുത്തുന്ന, ഭാരപ്പെടുത്തുന്ന, ആകുലപ്പെടുത്തുന്ന, നമ്മളെ ഭയപ്പെടുത്തുന്ന, ജീവിതത്തെ മുടിക്കുന്ന, ജീവിതത്തെ നശിപ്പിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുടെ, പ്രതികൂലങ്ങളുടെ നടുവിലൂടെയാണ് നമ്മളിന്ന് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെയൊക്കെ അത്ഭുതകരമായിട്ട് ദൈവം നമ്മെ നടത്തുന്ന വൻകൃപയ്ക്കായിട്ട് ദൈവത്തെ നമുക്ക് ഓടാകൂടി സ്തോത്രം ചെയ്യും. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം എന്ന് പറയുന്നത് 2 രാജാക്കന്മാരുടെ പുസ്തകം, അതിൻ്റെ 5-ാം അധ്യായം 1 മുതലുള്ള തിരുവചനമാണ്. അവിടെ 2 വ്യക്തികളെയാണ് നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക. ഒന്നാമത്തെന്ന് പറയുന്നത് നാമാൻ എന്ന് പറയുന്ന ഒരു കുഷ്ഠരോഗി, രണ്ടാമത് ഏലിശ എന്ന് പറയുന്ന ദൈവത്തിൻ്റെ പ്രവാചകൻ. ഈ 2 വ്യക്തികളെയാണ് നമുക്ക് ഈ വേദഭാഗത്ത് പ്രധാനമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ ഈ വചനം പങ്കുവയ്ക്കുമ്പോൾ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ കേട്ട അനേകം പേർക്ക് വലിയ അനുഗ്രഹങ്ങളായി തീർന്നുകൊണ്ടിരിക്കുന്നു എന്ന് കേൾക്കുവാൻ തക്കവണ്ണം ഇടയായതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യും. നമ്മുടെ ചാനൽ അറിയാത്തവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. ആ ചാനൽ ഫോളോ ചെയ്യണം. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അന്നേരം തന്നെ നമുക്ക് അറിയുവാനായിട്ട്, നോട്ടിഫിക്കേഷനിലൂടെ അറിയുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ള ദൈവമക്കളെ, സിറിയയുടെ സേനാധിപതിയായിരുന്ന മനുഷ്യനാണ് നാമാൻ. ഈ നാമാൻ ഉള്ളിടത്തോളം കാലം സിറിയയെ തോൽപ്പിക്കുവാനായിട്ട് ആർക്കും സാധിക്കില്ല. നാമാൻ നേതൃത്വം കൊടുത്ത യുദ്ധങ്ങളിലെല്ലാം സിറിയയ്ക്ക് ഭയങ്കരമായ വിജയം നേടുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സിറിയ രാജാവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള വ്യക്തിയായിരുന്നു നാമാൻ. നാമാനോട് സ്നേഹവും ബഹുമാനവും കരുണയും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ നാമാൻ്റെ ഒരു ജീവിതത്തിലെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് അവൻ്റെ ശരീരത്തിൽ കുഷ്ഠരോഗമുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഒരു യുദ്ധം കഴിഞ്ഞ് കടന്നു വരുമ്പോൾ തൻ്റെ കൂടെയുള്ളവർ ഇസ്രായേലിൽ നിന്ന് ഒരു പെൺകുട്ടിയെ പിടിച്ചുകൊണ്ട് വന്നു തൻ്റെ രാജ്യത്തിലേക്ക്. നാമാൻ്റെ ഭാര്യയുടെ ദാസിയായി ഭവനത്തിൽ അവളെ താമസിപ്പിക്കുകയുണ്ടായി. ഈ നാമാൻ്റെ ശരീരത്തിലെ കുഷ്ഠരോഗം കണ്ടിട്ട് ഈ പിടിച്ചുകൊണ്ട് വന്ന ഇസ്രായേൽക്കാരിയായ പെൺകുട്ടി നാമാൻ്റെ ദാസിയോട് പറഞ്ഞു, യജമാനനോട് പറ, എൻ്റെ ദേശത്തൊരു പ്രവാചകനുണ്ട്, അവിടെ വരെ ഒന്ന് ചെല്ലാൻ പറ. ഒരുപാട് അത്ഭുതങ്ങൾ ചെയ്തിട്ടുള്ള ഒരു പ്രവാചകനാണ്. ഒരുപാട് അടയാളങ്ങൾ ചെയ്തിട്ടുള്ള ഒരു പ്രവാചകനാണ്. ദൈവത്തിൻ്റെ ഒരു പ്രതിപുരുഷനാണ്, ദൈവത്തിൻ്റെ ദൂതനാണ്. അതുകൊണ്ട് എൻ്റെ രാജ്യത്ത് താമസിക്കുമ്പോൾ നാമാനോട് പറ, അവിടെ വരെ ഒന്ന് ചെന്ന് ആ മനുഷ്യനെ ഒന്ന് കാണുവാനായിട്ട്. ഇത് നാമാനാണെങ്കിൽ രാജാവിനെ അറിയിച്ചു. രാജാവ് ഒരു വലിയ കത്തും കൊടുത്ത് നാമാനെ ഇസ്രായേലിലേക്ക് പറഞ്ഞയച്ചു. കുറെ നേർച്ച കാഴ്ചകളുമൊക്കെ ആയിട്ട് നാമാൻ ഇസ്രായേലിലേക്ക് യാത്രയായി. രാജാവിനെ കണ്ടു, എഴുത്തു കൊടുത്തു. എഴുത്ത് വായിച്ചു നോക്കി. ഇസ്രായേലിൻ്റെ രാജാവിന് ദേഷ്യം വന്നു. ഒരു കുഷ്ഠരോഗം സുഖപ്പെടുത്തുവാൻ വേണ്ടി മാത്രം ഇരിക്കുന്ന ഒരു വ്യക്തിയാണോ ഇസ്രായേലിൻ്റെ രാജാവ് എന്ന് ചിന്തിച്ചുകൊണ്ട് ആ എഴുത്ത് ഈ രാജാവ് വലിച്ചു കീറിക്കളഞ്ഞു. ക്ഷുഭിതനായി തൻ്റെ ദേഹത്ത് കിടന്ന വസ്ത്രം വലിച്ചു കീറി, എഴുത്ത് വലിച്ചു കീറി, ദേഷ്യപ്പെട്ടു. യുദ്ധം പ്രഖ്യാപിക്കുമെന്നായി, സിറിയയുമായി ഇസ്രായേലുമായി യുദ്ധം പ്രഖ്യാപിക്കുമെന്നായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഏലിശ ഈ വിവരം അറിയുന്നത്. ഏലിശ ആളിനെ അയച്ച് ഇസ്രായേലിൻ്റെ രാജാവിനോട് പറഞ്ഞു, രാജാവെ ക്ഷമിക്കണം, പൊറുക്കണം. അങ്ങേ കാണാനല്ല അവർ വന്നത്, അവരെന്നെ കാണാനാണ്. അതുകൊണ്ട് അവരെ എൻ്റെ അടുക്കലേക്ക് പറഞ്ഞയക്കും.
രാജാവിനെ കാണാനല്ല അവർ വന്നത്, അവരെന്നെ കാണാനാണ്. അതുകൊണ്ട് എൻ്റെ അടുക്കലേക്ക് അവരെ പറഞ്ഞയക്ക് എന്ന് എലിശ രാജാവിനോട് പറഞ്ഞു. അങ്ങനെ അവർ എലിശായുടെ അടുക്കൽ വന്നു. നാമാന്റെ കൂടെ ഉണ്ടായിരുന്നവരും എലിശായുടെ അടുക്കൽ വന്നു. അപ്പോൾ നാമാൻ കടന്നു വരുമ്പോൾ നാമാന്റെ മനസ്സിലുള്ള ആഗ്രഹം എന്ന് പറയുന്നത്, താനങ്ങോട്ട് ചെന്ന് നിൽക്കുമ്പോൾ തന്നെ, വിളിക്കുമ്പോൾ തന്നെ എലിശ ഇറങ്ങി വരും, എഴുന്നേറ്റ് വരും. തൻ്റെ ദേഹത്ത് കിടക്കുന്നൊരു പുതപ്പെടുത്ത് തൻ്റെ നേരെ വീശും. തൻ്റെ നേരെ വീശിക്കഴിയുമ്പോൾ, തന്നെ പുതപ്പിച്ച് കഴിയുമ്പോൾ തൻ്റെ ദേഹത്തുള്ള കുഷ്ഠരോഗം മാറും, തനിക്ക് സൗഖ്യം കിട്ടും, അത്ഭുതം നടക്കും, എല്ലാവരും കാണും. ഈ ഒരു വലിയ ആഗ്രഹത്തോടെയാണ് നാമാൻ എലിശായെ സമീപിച്ചത്. എലിശ ഒന്നും നോക്കാൻ പോലും തയ്യാറായില്ല. ഡോറ് തുറന്ന് ഇറങ്ങി വന്നിട്ട് നാമാനെ കണ്ടിട്ട് പറഞ്ഞു, പോയി യോർദാനിൽ 7 തവണ മുങ്ങിപ്പോങ്ങ എന്ന് പറഞ്ഞു. ഒന്നും മിണ്ടിയില്ല, ഒരു പുതപ്പെടുത്ത് വീശിയില്ല, കൈയെടുത്ത് വീശിയില്ല, കൈയെടുത്ത് തൊട്ടില്ല, കൈയെടുത്ത് വെച്ച് പ്രാർത്ഥിച്ചില്ല, കാലുമുതൽ തലവരെ നോക്കിയില്ല, എന്താ പ്രശ്നമെന്ന് ചോദിച്ചില്ല. ഒന്നും നോക്കാതെ ഡോറ് തുറന്നിറങ്ങി വന്ന നാമാനെ കണ്ട എലിശ നാമാനോട് പറഞ്ഞു, നീ പോയി യോർദാനിൽ 7 തവണ മുങ്ങിപ്പൊങ്ങ് എന്ന് പറഞ്ഞു. വളരെയധികം ദേഷ്യമായിപ്പോയി. കാരണം നിസ്സാര കാര്യമാണ് എലിശ നാമാനോട് പറയുന്നത്. വലിയ ചെലവുള്ള കാര്യമാണ് പറഞ്ഞിരുന്നതെങ്കിൽ അത് ചെലവാക്കാനും അത് ചെയ്യുവാനും നാമാനും കൂട്ടരും തയ്യാറായിരുന്നു. അതിന് വേണ്ടതെല്ലാം അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പൊന്നും വെള്ളിയും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എന്ത് ചോദിച്ചാലും കൊടുക്കുവാൻ, ചെയ്യുവാൻ അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എലിശ അതൊന്നുമല്ല ആവശ്യപ്പെട്ടത്. എലിശ പറഞ്ഞു, നീ പോയി യോർദാനിൽ 7 തവണ മുങ്ങിപ്പോങ്ങ. നാമാൻ ക്ഷുഭിതനായി. നാമാൻ തിരിഞ്ഞു നടക്കാൻ തുടങ്ങി. നാമാൻ പറഞ്ഞു, ഇതിനേക്കാൾ എത്രയോ സുന്ദരമായ കുളങ്ങൾ എൻ്റെ ദേശത്തുണ്ട്, സിറിയയിലുണ്ട്. ഇതിനേക്കാൾ, ഈ യോർദാനേക്കാൾ എത്രയോ സുന്ദരമായ കുളങ്ങൾ എൻ്റെ ദേശത്തുണ്ട്, സിറിയയിലുണ്ട്. എനിക്ക് അവിടെ കുളിച്ചാൽ പോലെ, ഞാൻ എന്തിനാണ് ഇവിടെ വരെ വന്നത്? പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ മനോഭാവങ്ങളെയാണ് ഇവിടെ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത്. നിസ്സാരമായ ഒരു കാര്യമാണ് പറഞ്ഞത്. നാമാൻ ക്ഷുഭിതനായി മടങ്ങിപ്പോകുമ്പോൾ ഈ പെൺകുട്ടി വീണ്ടും നാമാനോട് സംസാരിച്ചു. ചെലവില്ലാത്തൊരു കാര്യമല്ലേ പറഞ്ഞേ? ചെലവുള്ളതായിരുന്നെങ്കിൽ അങ്ങ് ചെയ്യത്തില്ലേ? ഇതിൽ ചെലവില്ലല്ലോ. അതുകൊണ്ട് യോർദാനിലൊന്ന് ഇറങ്ങി 7 തവണ ഒന്ന് പൊങ്ങി നോക്ക്. 7 തവണ ഒന്ന് പൊങ്ങി നോക്ക്. ആ വാക്കിനെ വിശ്വസിച്ചുകൊണ്ട് നാമാൻ യോർദാനിലിറങ്ങി 7 തവണ പൊങ്ങി. 5 തവണ മുങ്ങിയപ്പോഴും തൻ്റെ കുഷ്ഠം മാറിയില്ല. 6 തവണ മുങ്ങിയപ്പോഴും തൻ്റെ കുഷ്ഠം മാറിയില്ല. 7-ാം തവണ മുങ്ങുമ്പോൾ തൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന കുഷ്ഠം 7-ാമത്തെ തവണ പൊങ്ങി വന്നപ്പോൾ ശരീരത്തിലില്ലായിരുന്നു. ഇതായിരുന്നു വലിയ അത്ഭുതം അവിടെ നടന്നത്. ഒരു ചെലവുമില്ലാത്ത ഒരു അത്ഭുതം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ദൈവം തമ്പുരാൻ പറയുന്ന കാര്യങ്ങൾ ഒന്നും ഒരു ചെലവുമില്ലാത്ത കാര്യങ്ങളാണ്. പക്ഷേ അത് ചെയ്യാൻ നമ്മൾ തയ്യാറല്ല എന്നുള്ളത്. അന്ധനായ ഒരു മനുഷ്യൻ്റെ കണ്ണിൽ ചെളിയിലേക്ക് തുപ്പിയിട്ടാൽ തുപ്പൽ കൊണ്ട് ചെളി കുഴച്ചെടുത്തിട്ട് അത് കണ്ണിൽ പുരട്ടിയിട്ട് അവനോട് പറഞ്ഞു, ശീലോഹാം കുളത്തിൽ പോയി കഴുകാൻ പറഞ്ഞു. കണ്ണ് കാണാൻ വയ്യാത്തൊരു മനുഷ്യൻ്റെ കണ്ണിലേക്ക് തുപ്പൽ കൊണ്ട് ചെളി കുഴച്ചിട്ട് ആ ചെളി പുരട്ടിയിട്ട് അവനോട് പറഞ്ഞു, നീ പോയി ശീലോഹാം കുളത്തിൽ കഴുകാൻ പറഞ്ഞു കർത്താവ്. അവൻ പോയി കഴുകി. ഒരു ചെലവില്ലായിരുന്നു, അവന് കാഴ്ച കിട്ടി. ഇവിടെ അതുപോലെയാണ്. നാമാൻ ഒരുപാട് മുൻപിൽ തടസ്സങ്ങൾ ഉണ്ടായിരുന്നു, പ്രതികൂലങ്ങൾ ഉണ്ടായിരുന്നു, പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. എന്നിട്ടും അവസാനം അവൻ ആ വാക്കുകളെ അനുസരിച്ച് പൊങ്ങുമ്പോൾ 7-ാം തവണ അവൻ്റെ ശരീരം മൃദുലമായ ശരീരം പോലെയായി, കൊച്ചു കുഞ്ഞുങ്ങളുടെ ശരീരം പോലെയായി, ഒരു പാടുപോലും ഇല്ലാതെ.
അവൻ കൊണ്ടുവന്ന സർവ്വസമ്പാദ്യങ്ങളും ഏലിശായുടെ കാൽക്കൽ വെച്ച് നോക്കി. അതൊന്നും ഏലിശ പ്രതിഫലമായി വാങ്ങിയില്ല. തിരിച്ചു കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. ഒന്നും മേടിച്ചില്ല. കൊണ്ടുവന്നത് മുഴുവൻ തിരിച്ചു കൊണ്ടുപോയി. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം ചെറിയ കാര്യങ്ങൾ, വലിയ പ്രശ്നങ്ങളുടെ നടുവിൽ നിസ്സാര കാര്യം പറഞ്ഞു തരും. അതിനെ മാറ്റപ്പെടുത്തുവാനായിട്ട്, അതിൻ്റെ ഇടയ്ക്ക് ചെയ്യുവാനായിട്ട്, അതിൽ നിന്ന് ജയം നേടുവാനായിട്ട്. പക്ഷെ അത് ചെയ്യുവാൻ നമ്മൾ തയ്യാറാണ്. അതിനെ തിരിച്ചറിയണം, അതിനെ മനസ്സിലാക്കണം. ഞാൻ ഓർക്കുന്നുള്ളൊരു സംഭവം, ഒരു സഹോദരി കാവിനകത്തൂടെ കയറി ഇറങ്ങി നടന്നാണ്. സർപ്പദോഷമുള്ള കാവിനകത്തൂടെ കയറി ഇറങ്ങി നടന്നു. അത് വിശുദ്ധിയോടെ അല്ലായിരുന്നത് കൊണ്ട് അതിൻ്റെ കാല് രണ്ടും ചൊറിഞ്ഞു പൊട്ടാൻ തുടങ്ങി. കുടുംബം എനിക്കറിയാം, ആ വ്യക്തി എനിക്കറിയാം, ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. പഠിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളുമായിട്ടൊരു കാവിനകത്തോട്ട് കയറി പാസ് ചെയ്തതാണ്. അത് ശരീരശുദ്ധി ഇല്ലായിരുന്നു. എന്നിട്ടത് കയറിപ്പോയതാണ്. അതിനകത്തൊരു കയറിപ്പോകുമ്പോൾ എവിടെയോ ഉരഞ്ഞു, കിടക്കുന്ന വള്ളിത്തട്ടിലോ വള്ളിയിലോ എവിടെയോ ഉരഞ്ഞു, കാല് രണ്ടും മുറിഞ്ഞു. ആ മുറിവുകൾ കരിയാതെയായി, വ്രണമായി. എല്ലാ വർഷവും അതേ സമയമാകുമ്പോൾ കാല് പൊട്ടാൻ തുടങ്ങും, അവിടെ വ്രണമാകാൻ തുടങ്ങും. ദൈവതമ്പുരാന്റെ സന്നദ്ധിയിൽ വന്ന് ചോദിച്ചു, എന്തു വേണം? ദൈവതമ്പുരാൻ ചോദിച്ചു, ഇന്ന കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ? ഉണ്ട്, പോയി ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു പരിഹാരം പറഞ്ഞു കൊടുത്തത് ഇത്ര മാത്രമേ ഉള്ളൂ. പരിഹാരമെന്ന് പറയുന്നത് പാക്ക്, മുറുക്കാനായിട്ട് ഉപയോഗിക്കുന്ന പാക്ക്, ചെമ്പമ്പാക്ക്, അധികം മൂക്കാത്ത ചെമ്പമ്പാക്ക്, അതെടുത്ത് ചെറുതായിട്ട് അരിഞ്ഞ് എണ്ണയ്ക്കകത്തിട്ട് മൂപ്പിച്ച്, ആ മൂപ്പിച്ച എണ്ണയെടുത്ത് ദിവസവും 3-4 തവണ ഈ കാലിൽ കോരി ഒഴിക്കാൻ പറഞ്ഞു. ചെമ്പമ്പാക്ക് ഇട്ട് തിളപ്പിച്ച എണ്ണ ചെറുതായിട്ട് ചെറിയ ചൂടോടെ ഈ മുറിവിൽ പലതവണയായിട്ട് ഇങ്ങനെ ചെറുതായിട്ട് കോരി ഒഴിക്കാൻ പറഞ്ഞു. ദൈവത്തിൻ്റെ കൃപയാൽ ഒരാഴ്ച പോലും ഒഴിച്ചില്ല, പരിപൂർണ സൗഖ്യം കിട്ടി. പിന്നെ ഇന്നുവരെ ആ കാലിൽ ആ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. അതൊരു ദോഷമായിരുന്നു. സർപ്പത്തിൻ്റെ കാവ് അതിനകത്തൂടെ ശുദ്ധിയില്ലാതെ കയറിപ്പോയി, അതിൽ നിന്ന് കിട്ടിയതാണ്. ദൈവം തമ്പുരാൻ നിസ്സാരമായൊരു പ്രതിവിധിയാണ് പറഞ്ഞു കൊടുത്തത്. നീ ഒന്നും വേണ്ട, 2 പാക്കെടുത്ത്, ചമ്പമ്പാക്കെടുത്ത് നീ അരിഞ്ഞ് അത് എണ്ണയിലിട്ട് മൂപ്പിച്ച് ആ എണ്ണയെടുത്ത് നിന്റെ കാലിൽ പുരട്ട്. ഒരാഴ്ച നീ പുരട്ട്. നിനക്ക് എത്ര രൂപ ചിലവുണ്ട്? പരിപൂർണ സൗഖ്യം കിട്ടി. ഇന്നും അത് സൗഖ്യമുള്ളവളായിട്ട് നടക്കുന്നു. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ കൺമുൻപിലുണ്ട്. ദൈവം പറയുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ അത് തള്ളിക്കളയാതെ, തട്ടിക്കളയാതെ, അത് പറയുന്നവൻ പ്രവാചകനാണെന്നും അത് പറയുന്നവൻ പ്രവാചകിയാണെന്നും ദൈവദാസനാണെന്നും പാസ്റ്ററാണെന്നും അഭിഷിക്തനാണെന്നും അത് ദൈവത്തിൻ്റെ ശബ്ദമാണെന്നും തിരിച്ചറിഞ്ഞ് അത് അനുസരിക്കാൻ തയ്യാറാകുമ്പോഴാണ് അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി, ഫലമായി തീരുക. അല്ലാതെ അതിനെ തട്ടിമാറ്റി ഒരിക്കലും കളയരുത്. ഈ ലോകത്തിൽ ജീവിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് അതനുസരിച്ച് ജീവിക്കുവാൻ നമ്മൾ തയ്യാറാകണം. കാരണം ഈ ലോകം ഇന്ന് നശിച്ചുകൊണ്ടിരിക്കുക, തലമുറകൾ നശിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് മക്കൾ മാതാപിതാക്കളെ തിരിച്ചറിയുന്നില്ല, മാതാപിതാക്കൾ മക്കളെ തിരിച്ചറിയുന്നില്ല, സഹോദരങ്ങളെ തിരിച്ചറിയുന്നില്ല, രക്തബന്ധങ്ങളില്ല, പരസ്പരം തല കൊയ്തു മാറ്റുന്നു, പരസ്പരം ശരീരം ഉപദ്രവിക്കുന്നു, ലഹരിയുടെ മറവിൽ ബോധമില്ലാതെ എന്തെല്ലാം ഇന്നത്തെ തലമുറകൾ കാട്ടിക്കൂട്ടുന്നു. ഇതിൽ നിന്നൊക്കെ നമുക്ക് വിടുതലുകളെ വേണമെങ്കിൽ ദൈവം പറയുന്ന ചില കാര്യങ്ങൾ നമ്മൾ അനുസരിക്കുവാനായിട്ട് തയ്യാറാണ്.
സുവിശേഷത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, കാനായിലെ ഭവനത്തിൽ, യോഹന്നാന്റെ സുവിശേഷത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, കാനായിലെ ഭവനത്തിൽ വെള്ളം വീഞ്ഞു തീർന്നുപോയി. മറിയത്തിൻ്റെ ഒരു വലിയ ഇടപെടൽ അവിടെ ഉണ്ടായിരുന്നു. മറിയം പറഞ്ഞു, അവൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുക. അവൻ ചോദിച്ചു, കൽഭരണി ഉണ്ടോ? ഉണ്ട്. വെള്ളം നിറയ്ക്കാൻ പറഞ്ഞു. ഒരു വിലയുമില്ലാത്ത പച്ചവെള്ളം കോരി കൽഭരണികളിൽ നിറച്ചു. എന്തിനാ കൽഭരണിയെന്നോ എന്തിനാ പച്ചവെള്ളമെന്നോ ഒന്നും അവർ ചോദിച്ചില്ല. കോരി നിറച്ചു വെച്ചു. യേശുതമ്പുരാൻ വന്നു, പ്രാർത്ഥിച്ചു, ആശീർവദിച്ചു, എടുത്തുകൊണ്ട് വിളമ്പാൻ പറഞ്ഞു. വിളമ്പുമ്പോഴാണ് ഭരണി എടുത്തു വെച്ചവരും വെള്ളം കോരിയവരും അവിടെ ചുറ്റി നിന്നവരും എല്ലാം അറിയുന്നത് ഇത് വീഞ്ഞാണ് എന്ന്. വിളമ്പുമ്പോഴാണ് അറിയുന്നത്. അവിടെ എല്ലാം നിസ്സാരമായ കാര്യങ്ങളാണ് നടന്നത്. അപ്പോൾ ദൈവം പറയുന്ന കാര്യങ്ങൾ അനുസരിക്കണം. അതുകൊണ്ടാണ് വചനം പറയുക, അനുസരണം ദൈവ ബലിയേക്കാൾ ശ്രേഷ്ഠമാണ്. അതുകൊണ്ട് പ്രിയമുള്ള ദൈവമക്കളെ, ഇനിയെങ്കിലും ദൈവത്തിൻ്റെ വാക്കുകളെ അനുസരിച്ച്, ദൈവത്തിൻ്റെ വചനങ്ങളെ അനുസരിച്ച് ജീവിക്കുവാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ തലമുറകളെങ്കിലും രക്ഷപ്പെടും. നമ്മുടെ തലമുറകളെങ്കിലും രക്ഷപ്പെടും, നശിച്ചു പോകത്തില്ല. ദൈവത്തിൻ്റെ വാക്കുകളെ കേൾക്കാൻ കഴിഞ്ഞാൽ, അനുസരിക്കാൻ കഴിഞ്ഞാൽ, ഇവിടെ നാമാൻ ആ വെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങി സൗഖ്യമുള്ളവനായി, കൊച്ചു കുഞ്ഞുങ്ങളുടെ ശരീരം പോലെയായി. അവൻ കൊണ്ടുവന്നതെല്ലാം ഏലിശയുടെ മുൻപിൽ നിരത്തി. ഏലിശ ഒന്നും വാങ്ങി, പ്രതിഫലം വാങ്ങിയില്ല. ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. എല്ലാം പുറത്ത് വെച്ച് അവൻ ഡോറടച്ചു. അതിനും പ്രതിഫലത്തിന് വേണ്ടിയല്ല ദൈവം ഇത് ചെയ്യുന്നത്. നാം ഒരെണ്ണം പോലും നശിച്ചു പോകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ദൈവം ഇത് ചെയ്യുന്നത്. പ്രതിഫലത്തിന് വേണ്ടിയല്ല. സ്വർഗരാജ്യത്തിൽ എന്നെയും നിന്നെയും കൊണ്ട് ആവശ്യമുണ്ട്. നമുക്കവിടെ ഭവനമുണ്ട്, നമ്മളെ കൊണ്ട് ആവശ്യമുണ്ട്. ഇവിടെ തള്ളിക്കളയാനുള്ളതല്ല നമ്മുടെ ജീവിതം. കർത്താവിന് നമ്മെക്കൊണ്ട് ആവശ്യമുണ്ട്. അതുകൊണ്ട് ദൈവം പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുവാനും അനുസരിക്കുവാനും നമുക്ക് കഴിയണം. അതിന് ദൈവം തമ്പുരാൻ നമ്മയൊക്കെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. നന്ദി.